വഹാബി ചരിത്രകാരനായ മുഹമ്മദ് അബ്ദു യമാനി എഴുതുന്നു, وهو البيت الذي تردد فيه جبريل الأمين على طه الأمين وأوحى إليه بالسبع المثاني والقرآن العظيم. وهذا البيت الذي مكث فيه 13 سنة يدعو الناس إلى التوحيد وترك عبادة الأوثان. തൗഹീദിലേക്കും ഔസാനിനെ വിഗ്രഹങ്ങളിലെ ഒഴിവാക്കലിലേക്കും പുണ്യ റസൂൽ ക്ഷണിച്ചത് ഈ വീട്ടിൽ നിന്നാണ്. ومنهم دما اندهلا ومن هذا البيت قدم رسول الله نفسه لقريش والناس. ജനങ്ങളെ മുന്നിൽ ഹബീബായ നബി ആദ്യം എണീറ്റുന്നത് ഈ വീട്ടിലാണ്. لتبليغ رسالة لقريش وللناس كافة. എല്ലാം ഈ വീട്ടിലാണ് എന്ന് പുതപ്പിട്ട് മൂടിക്കടന്നപ്പോൾ വന്ന മുദ്ദസിറും ഈ വീട്ടിലാണ്. പുതപ്പിട്ട് മൂടിക്കടന്നപ്പോൾ വന്ന മുസ്തമിലും ഈ വീട്ടിലാണ് എന്ന് കുടുംബത്തോട് പറഞ്ഞു തുടങ്ങുക എന്ന പരസ്യ പ്രബോധനം ആദ്യം വന്ന ഈ വീട്ടിലാണ്. ഞാൻ എല്ലാവരിലേക്കുമുള്ള റസൂലാണെന്ന് ലോകത്തിന് മുന്നിൽ ആയത്തുള്ളത് ഈ വീട്ടിലാണ് എന്ന്. ആലിമീങ്ങളുടെ പണ്ഡിതാഭിപ്രായങ്ങളുടെ സംക്ഷിപ്തം അന്നല്ലദീ നസല മിനൽ ഖുർആൻ ബിമക്ക 82 സൂറ. 82 സൂറത്തുകളാണ് മക്കയിൽ ഇറങ്ങിയിട്ടുള്ളത്. വഅക്സർ നസല ഫീ ഹാദൽ ബൈത്തി. വഹാബി ചരിത്രകാരനായ മുഹമ്മദ് അബ്ദു യമാനി എഴുതുന്നു, നസല ഫീ ഹാദൽ ബൈത്തി, ഈ വീട്ടിലാണ് ഇറങ്ങിയത് അക്സറ മിൻ സുലുസൈ സുവരിൽ ഖുർആനിൽ കരീം, ഖുർആനിലെ 2/3 മൊത്തം എത്രയാ? 114. 3/2 അക്സറ നസല ഫീ ഹാദൽ ബൈത്തി, ഈ വീട്ടിൽ ഇപ്പോൾ വഹാബികൾ കക്കൂസാക്കിയ ആ വീട്ടിലാണ് നസല ഫീ ഹാദൽ ബൈത്തി, ഈ വീട്ടിലാണ് ഇറങ്ങിയത് അക്സറ മിൻ സുലുസൈൽ ഖുർആൻ, ഖുർആനിന്റെ 2/3 ഇറങ്ങിയത് ഈ വീട്ടിലാണ്. ഇനി നീ ചിന്തിക്കടാ, വഹാബി ആകണോ വേണ്ടേ? ഇനി ചിന്തിച്ചോ. നിങ്ങൾക്ക് എങ്ങനെയാണ് താലീം എന്ന് പറയാ? നിങ്ങളെ നേതാവിന് പേച്ചതുകൊണ്ട് അതൊക്കെ പറ്റിയത്. അയാൾ ക്രൂരനായ ഒരു വഴിക്ക് കാണാൻ പറ്റാത്ത ആളാണ്. അയാളൊക്കെ മരിച്ചു പോയിട്ട് നമ്മൾ ജനിച്ചു നന്നായി കാണണ്ടല്ലോ. എന്റെ മൊബൈലിലേക്ക് ചില ആളുകൾ ഇതാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് ഫോട്ടോ അയച്ചിരുന്നു. ഞാൻ അപ്പോഴും ഫോട്ടോത്തിൽ പോലും ആളെ കാണാൻ ഇഷ്ടമില്ല. അയാളാണ് ശൈത്താനിയത്തിന്റെ ഉത്ഭവം. ഉലൈക ഹിസ്ബു ശൈത്താൻ എന്നെഴുതിയ ആലിമീങ്ങൾ 100 കണക്കിന് അതൊക്കെ ഞാൻ വായിക്കേണ്ടി വന്നാൽ വായിക്കും. ഇത് നിങ്ങൾ വിചാരിച്ച പ്രശ്നമല്ല, നിങ്ങൾ വിചാരിച്ച വിഷയമല്ല. നിങ്ങൾ കുനൂട്ടും കൂട്ടുപ്രാർത്ഥനയും പറഞ്ഞ് 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി ചായം കുടിച്ച് പിരിഞ്ഞു. ഇതെന്താ സാധനം? ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു സാധനം ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് ലോകത്തില്ല. വളരെ ചിന്തിക്കണം. ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു സാധനം ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് ലോകത്തില്ല. ഇനി നിങ്ങളെ ചിന്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി, ഞാൻ ഇതിന്റെ ചരിത്രം 1400 കൊല്ലത്തെ ചരിത്രം ഒന്ന് സംക്ഷിപ്തമാക്കി പറയാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ 25 കൊല്ലം ജീവിച്ചത് ഈ വീട്ടിലാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കൊല്ലം ജീവിച്ചതും ഈ വീട്ടിലാണ്. ഖദീജ ബീവി വഫാത്തായത് ഈ വീട്ടിലാണ്. അലി റളിയല്ലാഹു അൻഹു വളർന്നത് ഈ വീട്ടിലാണ്. ഖുർആനിൽ പറഞ്ഞ ഒരേ ഒരു സ്വഹാബിയായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു വളർന്നത് ഈ വീട്ടിലാണ്. ഇസ്ലാമിലെ ആദ്യത്തെ വീട് ഇതാണ്. ഈ വീടല്ലാത്ത 2ാമത്തെ വീട് ഇസ്ലാമിന് ലോകത്തില്ലാത്തൊരു സമയം ഉണ്ടായിട്ടുണ്ട്. ഇനി ചിന്തിക്ക് ആ വീടിന്റെ നിലവിലെ അവസ്ഥ. ഇത് അമേരിക്ക ചെയ്താൽ 150 കോടി മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് പോകും. വഹാബികളോ പ്രശ്നമില്ല. ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെ തന്നെ എഴുതിയത്. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ മുസ്ലിമീങ്ങൾ മേക്കിട്ട് കയറി ചാടിയല്ലോ. എന്തേ? ബാബരി മസ്ജിദ് 100% തെറ്റാണ്.
100% തെറ്റാണ്. അതിനെതിരെ നിയമപരമായ പോരാട്ടം അവസാനത്തെ മുസ്ലിം ഇന്ത്യയിൽ ബാക്കിയുണ്ടെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഇത് വേറെ വിഷയം. അതേ സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ലേഖനം ഞാൻ വായിച്ചു. നിങ്ങളെ പുണ്യപ്പെട്ട സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഖദീജ ബീവിയുടെ വീട് കക്കൂസാക്കിയിട്ടും മുസ്ലിമീങ്ങളെ നിങ്ങൾ പ്രതികരിക്കാത്തതെന്തേ? എന്തേ നിങ്ങളെ ഉശിരവിടെ കാണാഞ്ഞു? ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ലേഖനങ്ങൾ കണ്ടല്ലോ. ഇസ്ലാമിലെ ഒരേ ഒരു വീടായ കാലം ഉണ്ടായിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹ് വഹി ഇറങ്ങിയപ്പോൾ സമ്മിലൂനി സമ്മിലൂനി എന്നൊന്ന് പുറപ്പിട്ട് മൂടി വാത്താ എന്ന് പറഞ്ഞ് ഓടി വന്ന ഈ വീട്ടിലേക്കാണ്. മനസ്സിലായില്ലേ? ഇഖ്റ ബിസ്മിൽ ആദ്യ ഭാഗം കിട്ടിയപ്പോൾ ഓടി വന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ. പാഞ്ഞു വന്നത് ഈ വീട്ടിലേക്കാണ്. അതിന്റെ ആദ്യ ഭാഗം ഇറാഖോയില, ബാക്കി വീട്ടിലാണ്. ഈ വീട്ടിലേക്ക് ഓടി വന്ന പുണ്യ റസൂൽ പറഞ്ഞില്ലേ, സമ്മിലൂനി സമ്മിലൂനി ഒന്ന് പുറപ്പെട്ട് തരി, ഒന്ന് പുറപ്പെട്ട് തരി, എനിക്ക് പനിക്കുണ്ടെന്ന് പറഞ്ഞ് പാഞ്ഞു വന്നു മുഹമ്മദ് മുസ്തഫ. അത് ഈ വീട്ടിലേക്കാണ്. ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയത് ഈ വീട്ടിലാണ്. ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയത് ഈ വീട്ടിലാണ്. ഞാൻ ചിന്തിച്ചു പോയി. ഇപ്പോഴും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എണീറ്റ് പോണ കുറച്ച് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. വിരോധമില്ലല്ലോ. ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയ വീടിനെ ഈ കൊലത്തിലാക്കിയാൽ പിന്നെ ഫാത്തിഹ എന്ന് വിളിക്കുമ്പോഴത്തിന് എണീറ്റ് പോകുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവാറുണ്ട്. എവിടെയെങ്കിലും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അപ്പം എണീറ്റിന് 3-4 പോകും. ഒരു വഹാബികളാണ്. എൻ്റെ ദേഷ്യ ആ ദേഷ്യം അവർ അവിടെ കാട്ടി. അയ്യ എൻ്റെ മനുഷ്യന്മാർ, നിങ്ങളെ പേരിലൊരു കൗമ ഇസ്ലാമിന്റെ പേരിലുണ്ടായല്ലോ. 82 സൂറത്ത് ഇറങ്ങിയത് ഈ വീട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ കല്ലെറിഞ്ഞപ്പോൾ സംരക്ഷണം നൽകിയത് ഈ വീടാണ്. ഈ വീടിന്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയ ഒരു പാളി ഉണ്ടായിരുന്നു. ആ പാളിയുടെ ചോട്ടിൽ വന്നിരിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ലിന് രക്ഷപ്പെടാൻ അതിന് സൗകര്യം ഉണ്ടായിരുന്നു അവിടെ. വരുന്നത് മലക്കാണോ എന്നറിയാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷിച്ചത് ഈ വീട്ടിലാണ്. ആദ്യം റസൂലുള്ളാഹിനെ ഇവിടെ ഇരുത്തി, കാണുന്നുണ്ടോന്ന് ചോദിച്ചു, കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ഇരുത്തി, കാണുന്നുണ്ടോ ചോദിച്ചു, കാണുന്നുണ്ടായിരുന്നു. മടിയിലിരുത്തി, കാണുന്നുണ്ടോ ചോദിച്ചു, കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ മുഖമക്കനെ പൊക്കി ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പോയി. അപ്പോൾ ഖദീജ ബീവി പറഞ്ഞു, മലക്കന്നെ എന്തുകൊണ്ട് പെണ്ണുങ്ങൾ ആവർത്തി കണ്ണോർത്തവർ നിൽക്കൂല? ജിബ്രീലിനെ മഹദിയായ ഖദീജ ബീവി പരീക്ഷ നടത്തിയിട്ടുണ്ട്. അത് ഈ വീട്ടിലാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിച്ചത് ഈ വീട്ടിലാണ്. ഖാസിമ, സൈനബ്, റുഖിയ, ഉമ്മു കുൽസും, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹും അവർ ജനിച്ചത് ഈ വീട്ടിലാണ്. പരസ്യ പ്രബോധനത്തിന് കൽപ്പന വന്നത് ഈ വീട്ടിലാണ്. ഈ വീടാണ് ശത്രുക്കൾ വളഞ്ഞത്. ഈ വീട്ടിലാണ് അലി റളിയല്ലാഹു അൻഹു പുതപ്പിച്ച് കടത്തിയത്. ഈ വീട്ടിൽ നിന്നാണ് ശത്രുവിന്റെ മേൽ മണ്ണിട്ട് ഹബീബായ നബി ഇറങ്ങിപ്പോയത്. എല്ലാം ഈ വീട്ടിലാണ്. നേരം വെളുക്കുന്നത് വരെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓത്ത് കേൾക്കാൻ വേണ്ടി ശത്രുക്കളെ മറഞ്ഞിരുന്നത് ഈ വീട്ടിലാണ്. പരിസരത്ത് വന്നിട്ട് ശത്രുക്കൾ ഇങ്ങനെ മറിഞ്ഞിരിക്കും. റസൂലുള്ളാഹിന്റെ ഓത്ത് കേൾക്കാൻ വേണ്ടി, അത്ര മധുരമായ ഓത്ത അങ്ങനെ കേൾക്കാൻ വേണ്ടി ശത്രുക്കൾ മറിഞ്ഞിരിക്കും ആ വീട്ടിന്റെ പരിസരത്ത്. തൊട്ടടുത്താണ് അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ വീട്. അതിൻ്റെ അപ്പുറത്താണ് അബൂ ലഹബിന്റെ വീട് ലഅനത്തുല്ലാഹി അലൈഹി. അതിൻ്റെ തൊട്ടടുത്താണ് സിയാദ് ബിൻ അബി സുഫിയാന്റെ വീട്. അതിൻ്റെ അപ്പുറത്താണ് ഹൻദല ബിൻ അബി സുഫിയാന്റെ വീട്. ഈ 4 വീടുകൾ കഴിഞ്ഞാൽ അക്കാലത്ത് ഭരണികൾ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. റസൂലുള്ളാഹിന്റെ കാലത്തെ ചരിത്രം രേഖപ്പെടുത്തിയത് പറയാം. മനസ്സിലായില്ല? റസൂലുള്ളാഹിന്റെ വീടിന്റെ തൊട്ടടുത്ത് അബൂ സുഫിയാന്റെ വീടാണ്. അപ്പുറത്ത് അബൂ ലഹബിന്റെ വീട്. അതിൻ്റെ അപ്പുറത്ത് സിയാദ് ബിൻ അബി സുഫിയാന്റെ വീട്. അതിൻ്റെ അപ്പുറത്ത് ഹൻദല ബിൻ അബി സുഫിയാന്റെ വീട്. പിന്നെ അത് കഴിഞ്ഞാൽ ഭരണികൾ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാല് വിൽക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് തൊട്ടപ്പുറത്ത്. അതിൻ്റെ അപ്പുറത്ത് അബൂ താലിബിന്റെ വീടാണ്. അതിൻ്റെ അപ്പുറത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിന്റെ വീടാണ്. അതിൻ്റെ അപ്പുറത്ത് റസൂലുള്ളാഹി ജനിച്ച വീടാണ്. ഈ വീടുകളിലേക്കെല്ലാം, അതായത് അബൂ താലിബിന്റെ വീട്ടിലേക്കും അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട്ടിലേക്കൊക്കെ ഈ വഴിയിൽ എപ്പോഴും റസൂലുള്ളാഹി പോയി തിരിച്ചു വരൽ ഈ വഴിയിലാണ്. റസൂലുള്ളാഹി എപ്പോഴും നടക്കുന്ന ഏരിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോൾ അഖീലാണ് എടുത്തതെന്നും മുഅത്തിബാണ് എടുത്തതെന്നും അഭിപ്രായമുണ്ട്. മുഅത്തിബ് ഹബീബിന്റെ ഒരു മകളെ കിട്ടിയിരുന്നു. പിന്നെ തൊലാഖ് ചൊല്ലി. പിന്നെ മുഅത്തിബ് മുസ്ലിമായിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഫത്ഹ് മക്കയ്ക്ക് ശേഷം ഇയാൾ ഈ വീട് കേടുകൂടാതെ കൈവശം വെച്ചിട്ടുണ്ട്. ഹബീബായ നബി ഒന്നും എതിർ പറഞ്ഞിട്ടില്ല. AD 661 മുആവിയ റളിയല്ലാഹു അൻഹു ഈ വീട് വിലക്ക് വാങ്ങി. സയ്യിദ്ന മുആവിയ എന്തിന്? സംരക്ഷിക്കാൻ വേണ്ടി. മുആവിയ റളിയല്ലാഹു അൻഹു ഇത് പൊളിച്ചിട്ടില്ല. എന്നെക്കാളും വലിയൊരു മുസ്ലിമാണോ നിങ്ങൾ? ഇവിടെ പൊളിച്ച ഇവിടെ നിലനിന്ന വിഗ്രഹാരാധന ഉണ്ടാവുന്നത് പേടി മുആവിയ റളിയല്ലാഹു അൻഹു ഇല്ല.
ഈ വീട് വാങ്ങി സംരക്ഷിച്ചു ആര്? സ്വഹാബിയായ സയ്യിദ്ന മുആവിയ റളിയല്ലാഹു അൻഹു. ഓ, നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനേക്കാളും വലിയ തൗഹീദാണത്. അത് ശരിയാ. ഈ വീടിന്റെ തെക്ക് പടിഞ്ഞ ഭാഗത്താണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന് പാരമ്പര്യ സ്വത്തായി ലഭിച്ച വീടുണ്ടായിരുന്നത്. അങ്ങനെ മുആവിയ, ശ്രദ്ധിക്കണേ ഒരു വർത്തമാനം പറയരുത്. അതിനുശേഷം മുആവിയ റളിയല്ലാഹു അൻഹു വീട് വിലക്ക് വാങ്ങി. അതായത് ഖദീജ റളിയല്ലാഹുവിന്റെ ഈ വീട് വിലക്ക് വാങ്ങി മുഅത്തിബിന്റെ കയ്യിൽ നിന്നാണെന്നും അല്ല അഖീലിന്റെ കയ്യിൽ നിന്നും അഭിപ്രായങ്ങളുണ്ട്. വീട് വിലക്ക് വാങ്ങി തന്റെ ഭരണകാലത്ത് AD 661 മഹാനായ സയ്യിദുന മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ വിലക്ക് വാങ്ങി. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു തൊട്ട് മുന്നിലാണ് മുആവിയ റളിയല്ലാഹുവിന് കുടുംബ സ്വത്തായി കിട്ടിയ വീട്. മുആവിയ റളിയല്ലാഹുവിന്റെ ബാപ്പയാണല്ലോ ആര്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അപ്പോ അബൂ സുഫിയാന്റെ വീടാണ് തൊട്ടടുത്ത വീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു ആ വീടിന്റെ പ്രത്യേകത ഉണ്ട്. ഏതാ വീടിന്റെ പ്രത്യേകത? മൻ ദഖല ബൈത അബീ സുഫിയാൻ ഫഹുവ ആമിൻ. മക്ക ഫത്ഹിന്റെ ദിവസം ഹബീബ് പറഞ്ഞത് ഓർമ്മല്ലേ? അബൂ സുഫിയാന്റെ വീട്ടിൽ ആര് കയറിയാൽ അവൻ സുരക്ഷിതനാണ്, അവൻ നിർഭയനാണ്. ആ വീടും ഈ വീടോട് ഒന്നാക്കി, എന്നിട്ട് അതിനെ പള്ളിയാക്കി. ആര്? സയ്യിദുനാ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഈ ഭാഗം സിയാറത്തിയാണ് സൗകര്യം, മുൻഭാഗത്ത് പള്ളി. അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ വീട് പള്ളി, റസൂലുള്ളാഹിന്റെ വീടോ സിയാറത്തിന് ബർക്കത്തെടുക്കാൻ. ആരാക്കി? സ്വഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ വല്ലാത്ത ബർക്കത്തെടുക്കുന്ന ആളായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ഹബീബ റസൂലുള്ളാഹിയുടെ നഖമുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നഖം എൻ്റെ കഫനിൽ വെച്ച് തരണം എന്ന് പറഞ്ഞ് തൻ്റെ ചുണ്ടിലും മറ്റും ആ റസൂലുള്ളാഹി തങ്ങൾ കളഞ്ഞ ആ നഖം വെച്ചിട്ട് ആ വഫാത്തായിട്ട്. ആര്? മുആവിയ. ഉറക്കെ എന്താണ് നോക്കിയിരിക്കണേ? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ഉണ്ടായിരിക്കുക. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ അങ്ങനെ റസൂലുള്ളാഹിന്റെ ആ തിരുശേഷിപ്പുകൾ ചുണ്ടിലും കണ്ണിലും ഒക്കെ വെച്ചിട്ട് വഫാത്തായിട്ട് നഖം. ഇത്ര ബർക്കത്തെടുക്കുന്ന ആളായിരുന്നു ആര്? സയ്യിദുനാ എന്ന് പറയടോ, സയ്യിദുനാ മുആവിയ. അവരെന്ത് ചെയ്ത്? ബാപ്പാന്റെ വീട് അനന്തരമായി കിട്ടിയപ്പോൾ ആ വീടും ഈ വീടും ഒന്നാക്കി. മുൻഭാഗത്ത് പള്ളി, അബൂ സുഫിയാൻ എന്നവരെ വീട് റളിയല്ലാഹു അൻഹു പള്ളി. ഇത് സിയാറത്ത് കേന്ദ്രം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാര മുറി, വഹയ്യ ഇറങ്ങിയിരുന്ന മുറി, ഫാത്തിമ ബീവി ജനിച്ച മുറി, ഇതെല്ലാം മുആവിയ റളിയല്ലാഹു അൻഹു സംരക്ഷിച്ചു. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന് നിസ്കരിക്കാനും ദുആ ചെയ്യാനും ബറക്കത്തെടുക്കാനും പിന്നെ സൗകര്യം ഉണ്ടായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിന് ശേഷം അമവികളെല്ലാം ഈ വീട് സംരക്ഷിച്ചു. അബ്ബാസികൾ സംരക്ഷിച്ചു, ഫാത്തിമികൾ സംരക്ഷിച്ചു, അയ്യൂബികൾ സംരക്ഷിച്ചു, മംലൂക്കികൾ സംരക്ഷിച്ചു, ഉസ്മാനികൾ സംരക്ഷിച്ചു. ഉസ്മാനികളെ തകർത്താണ് വഹാബികൾ കയറിയത്. വഹാബികൾ പൊളിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു മുതൽ ഉസ്മാനി ഖലീഫമാർ വരെ സംരക്ഷിച്ചു. 1806 ആദ്യം വഹാബികൾ കയറി തകർത്തു. പിന്നെ 925-26 പാടെ തകർത്തു. പിന്നെ 89 കക്കൂസാക്കി. അങ്ങനെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക്. അവർ സംരക്ഷിച്ച ചരിത്രങ്ങൾ അനവധി പുസ്തകങ്ങളിൽ കാണാം. ഞാൻ ഓടിച്ചു പറയാം, നിങ്ങൾക്ക് തിരക്കാണെങ്കിലും നിങ്ങൾക്ക് സമയം നേരം വൈകിട്ടുണ്ടെങ്കിലും ചരിത്രമാണല്ലോ. ഇത് നാളെ മുസ്ലിമീങ്ങൾ അറിയണ്ടല്ലേ എന്ന നിലക്ക് ഇത് ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു ജുബൈറിന്റെ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ ഇബ്നു ജുബൈറിന്റെ താരീഖാണ്. ഈ താരീഖിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ നോക്കൂ. ഇബ്നു ജുബൈർ ഈ താരീഖ് എഴുതുന്നത് AD 1170 ഇത് മക്കയിൽ വന്നിട്ട് എഴുതുക. ഇബ്നു ജുബൈർ في مشاهدها التي عايناها قبة الوحي وهي دار خديجة المؤمنين. ഇന്ന് നമ്മൾ കാണുന്ന ഖുബ്ബത്തുൽ വഹിയില്ലേ, അത് ഖദീജ ബീവിയുടെ വീടാണ്. ആരെഴുതുന്നു? AD 1170 മക്ക ഈ ബഹുമാനപ്പെട്ട ഇബ്നു ജുബൈർ വഫാത്താണ്. അതിന് മുമ്പാണ് അദ്ദേഹം മക്കയിൽ വരുന്നത്. അദ്ദേഹം എഴുതി ഈ വീടാണ് ഇന്ന് നമ്മൾ ആ ഖുബ്ബ നിൽക്കുന്ന സ്ഥലമാണ്. ഹബീബ് റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങിയിരുന്ന സ്ഥലം. ആ വീട്ടിലാണ് ഹബീബിന്റെ മണിയറ. ഈ വീട്ടിൽ വീണ്ടും ഒരു ഖുബ്ബയുണ്ട്. ഫാത്തിമ. ആ ഏരിയയിലാണ് ഫാത്തിമ ബീവിയെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. ആരാ? ഇബ്നു ജുബൈറിന്റെ അർയഹില. AD
AD 1170 ഇബ്നു ജുബൈർ. AD 1219 ഇബ്നുൽ ജൗസി. AD 1019 ഇബ്നുൽ ജൗസി. AD 1219 ഇബ്നുൽ ജൗസി തങ്ങളുടെ വഫാത്ത്. AD 1219 ഇബ്നുൽ ജൗസി, അബുൽ ഫർജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്. ഇതൊക്കെ ഈ കിതാബുകളൊക്കെ 800,000 കൊല്ലങ്ങൾ പഴക്കമുള്ള കിതാബുകളാണ്. അദ്ദേഹം പറയുന്നുണ്ട് മൻസിലു ഖദീജ അലൈഹിസ്സലാം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിനെ പറ്റി ബഹുമാനപ്പെട്ട അബുൽ ഫർജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഹിജ്റ 597 അവരുടെ വഫാത്ത്, അഥവാ 1219. ഇതിൽ വലിയ രസമുണ്ട്, വലിയ രസമുണ്ട്. ഇബ്നു ജുബൈർ ശ്രദ്ധിക്കണില്ലേ? ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു മക്ക സന്ദർശിക്കുമ്പോൾ മക്കയിലെ ഭരണാധികാരി സലാഹുദ്ദീൻ അയ്യൂബിയാണ്. അന്നാണ് ആ വീട് സംരക്ഷിച്ചത്. ലോകം കണ്ട മഹാനായ നൂറുദ്ദീൻ സംഗിയും, അന്ന് ലോകം രണ്ടാളെ കയ്യില, നൂറുദ്ദീൻ സംഗിയുടെയും ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീന്റെയും. നൂറുദ്ദീൻ സംഗി 1171 നൂറുദ്ദീൻ സംഗിയുടെ മരണം. AD 1171 നൂറുദ്ദീൻ സംഗിയുടെ മരണം. മനസ്സിലായോ? 1170 ഇബ്നു ജുബൈർ മരിക്കുന്നത്. അഥവാ അന്ന് ലോകത്തെ ഇസ്ലാം മക്ക രണ്ടാളുകളുടെ കയ്യിലാണ്. ഒന്ന് നൂറുദ്ദീൻ സംഗിയാണ്, ഒന്ന് സുൽത്താൻ സലാഹുദ്ദീനാണ്. അവരാണ് ആ വീട് സംരക്ഷിച്ചത്. നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നീതി പറയണമെങ്കിൽ ഒരു 10 സമയം പറയണം. അത്രയും വലിയ മഹാനായിരുന്നു നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹി. ഇന്നും ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിൽ ഖുതുബ ഓതുന്നത് അവരെ മിമ്പറില്ല, നൂറുദ്ദീൻ സംഗിയുടെ മിമ്പറില്ല. ആ മിമ്പർ ഉണ്ടാക്കിയത് എന്നാണെന്നറിയോ? ആ മിമ്പർ ഉണ്ടാക്കുമ്പോൾ ബൈത്തുൽ മുഖദ്ദസ് യൂറോപ്യന്മാരുടെ കയ്യിലാണ്. തിരിച്ചെടുത്താൽ ഖുതുബ ഓതാൻ വേണ്ടി മിമ്പർ ഉണ്ടാക്കുക. ആ മിമ്പറിൽ ഖുതുബ ഓതി കാണാൻ ആ മഹാന് കഴിഞ്ഞില്ല. ആ മഹാന്റെ പിൻഗാമിയായ സുൽത്താൻ സലാഹുദ്ദീനാണ് പിന്നെ ഖുതുബ ഓതിച്ചത്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? വളരെ മക്കയിലെ ആ വീട് അന്ന് നൂറുദ്ദീൻ സംഗിയുടെ കയ്യിലാണ്. ലോകം കണ്ട ആദിലാണ്, നീതിമാനാണ് ആര്? നൂറുദ്ദീൻ സംഗി റഹ്മത്തുള്ളാഹ്. അവരാണ് ഖദീജയുടെ ഈ വീട് സംരക്ഷിച്ചിരുന്നത്. ഇബ്നുൽ ജൗസിയുടെ കാലത്ത് അയ്യൂബി കുടുംബക്കാരൻ തന്നെയാണ്, അയ്യൂബി രാജവംശമാണ്. എന്താ പറയുന്നത്? സലാഹുദ്ദീൻ അയ്യൂബിയുടെ കുടുംബമാണ് അന്ന് മക്ക ഭരിക്കുന്നത്. മൻസിലു ഖദീജ അലൈഹിസ്സലാം വഹുവൽ ബൈത്തുല്ലദീ കാന യസ്കുനുഹു റസൂലുള്ളാഹി ഖദീജ. അവരൊക്കെ റസൂലുള്ളാഹി ഖദീജ ബീവി താമസിച്ച വീടാണ് അത്. വഫീഹി വലദത ഔലാദഹാ മിൻ റസൂലില്ലാഹ്. എല്ലാ കുട്ടികളെയും ഖദീജ ബീവി പ്രസവിച്ചത് അവിടുന്നാണ്. വഫീഹി തുഫിയത് ഖദീജ. ഖദീജ ബീവി മരിച്ചത് വഫാത്ത് അവിടെയാണ്. വലം യസൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖീമൻ ഫീഹി ഹത്താ ഹാജറ. ഹിജ്റ പോകുന്നവരെ നബി താമസിച്ചത് ആ വീട്ടിലാണ്. ഫഖറഹു അഖീൽ സുമ്മ ഇശ്തറാ മിൻ മുആവിയ. മുആവിയ റളിയല്ലാഹു അൻഹു വീട് വാങ്ങി. ഫജഅലഹു മസ്ജിദാ. എന്നിട്ട് ആ വീട് പള്ളിയാക്കി. ഇപ്പോഴോ ഞാൻ ആലോചിച്ച് നോക്കാം, ഇപ്പോഴോ ആ വീട് പള്ളിയാക്കിയതാരാ? അത് സയ്യിദുനാ മുആവിയ. അന്ന് മുതൽ അത് പള്ളിയാണ്. ഏതുവരെ? 1926 വരെ പള്ളിയാണ്. ഇതിനിടയിൽ അവരൊന്ന് തകർത്തിട്ടു, വീണ്ടും ഉണ്ടാക്കി. അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് ഈ വീട്ടിൽ നിന്ന് ഡോർ തുറന്നു. ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. വഹിയ ദാറുല്ലത്തി ഖാല ഫിഹാ റസൂലുള്ളാഹി യൗമൽ ഫതഹി മൻ ദഖല ബൈത ദാർ അബീ സുഫിയാൻ ഫഹുവ ആമീൻ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂ സുഫിയാന്റെ വീട്ടിനെ പറ്റിയാണ്. ഇത് ഇബ്നു ബത്തൂത്തയുടെ അർയഹിലയാണ്. AD 1326 ഇബ്നു ബത്തൂത്ത മക്കയിലെത്തുന്നത്. AD 1326 ഇബ്നു ബത്തൂത്ത മക്കയിലെത്തുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? മസ്ജിദുൽ ഹറാമിന്റെ തൊട്ടടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഖുബ്ബത്തുൽ വഹി. വഹി ഇറങ്ങിയ ഖുബ്ബ, അഥവാ അവിടെയാണ് 82 സൂറത്ത് ഇറങ്ങിയത്. وهي في دار خديجة أم المؤمنين بمقربة من باب رسول الله. وفي البيت قبة صغيرة حيث ولدت فاطمة ബീവിയെ പ്രസവിച്ച കുബ്ബയും അതിന്റെ മുകളിൽ ഒരു കുബ്ബയുണ്ട്. അത് തൊട്ടടുത്താണ്. അതിന്റെ അടുത്താണ് വീട് നോക്കാൻ തന്നെ ഉണ്ട്. വിശദീകരിക്കുന്നില്ല. ഈ അര്യഹിലയാണിത്.
ഇബ്നു ബത്തൂത്ത റഹ്മഹുല്ലാ മക്കയിലെത്തുന്ന AD 1326 അന്ന് ആ ഖുബയുള്ളതിനെ പറ്റി പറയുന്നുണ്ട്, അന്ന് ആ വീട് സംരക്ഷിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. ഇത് ഖവാറസിമിയുടെ ഹിജ്റ 827 വഫാത്തായ മുഹമ്മദ് ഇമാം മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് അൽ ഖവാറസിമിയുടെ കിതാബാണ്. അദ്ദേഹം വഫാത്താകുന്നത് AD 1449 ഇബ്നു ബത്തൂത്ത മക്കയിലെത്തുന്നത് മംലൂക്കികളുടെ കാലത്താണ്. മംലൂക്കികളും ആ വീട് സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഖവാറസിമി റഹിമഹുല്ലാ അവർ AD 1449 മക്കയിലെത്തുന്നത്, വഫാത്താവുന്നത്. അതിനുമ്പ് എഴുതിയ പുസ്തകമാണിത്. മംലൂക്കികളുടെ കാലമാണത്. അവരും ഈ വീട് സംരക്ഷിച്ചത് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഖവാറസിമി തങ്ങൾ പറയാൻ 40 സ്ഥലങ്ങളിൽ മക്കയിൽ ദുആ സ്വീകരിക്കപ്പെടും. ആ ഓരോന്നിനും ഓരോ സമയമുണ്ട്. രാവിലെ കൂടേണ്ടത് ഖദീജ ബീവിയുടെ വീട്ടിലാണ്. വേറെ പല കിതാബിലുണ്ട് നേരം വെളുക്കുന്നവരെ വീട് അടക്കൂല. ഏത് ദിവസം? വെള്ളിയാഴ്ച മറക്കത്തെടുക്കാനും തൊട്ടുമുത്താനും ദ്വാരക്കാനും ആ രാത്രി ഒന്ന് ദ്വാരന ഉത്തരം കിട്ടും. ആര് പറയാ? ഖവാറസിമി തങ്ങള് റളിയല്ലാഹു അൻഹു. അവർ വഫാത്താണ് ഹിജ്റ 1800 സിസ്റ്റത്തിലാണ്. നമ്മൾ 1400. അവര് വഫാത്ത് വെറും 800 സിസ്റ്റത്തിലാണ്. 827 അവരെ വഫാത്ത്. നമ്മൾ 1443. കൊല്ലത്ര വ്യത്യാസമുണ്ട്. അന്ന് പറയാ 40 സ്ഥലങ്ങളിൽ മക്കയിൽ ദുആക്ക് ഇജാബത്തിട്ടും അതിലൊരു സ്ഥലം ഖദീജയുടെ വീടാണ്. എന്ന് പോകണം, എന്നും പോകാം. ദ്വാക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന രാത്രി അവിടെ ചെന്നിരുന്ന് ദ്വാർന്നാൽ ഉത്തരം കിട്ടും. എന്ന് വെള്ളിയാഴ്ച രാവ്. എന്ത് ലോകത്ത് വെള്ളിയാഴ്ച രാവ് തുടങ്ങിയത് അവിടെയല്ലേ? തിരിഞ്ഞില്ല. ആദ്യം വെള്ളിയാഴ്ച രാവ് തുടങ്ങിയത് അവിടെയാണല്ലോ. മുഅ്മിനീങ്ങൾ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് തുടങ്ങിയത് അവിടെയല്ലേ? മുൻപേ റസൂലുള്ളാഹിന്റെ വീടല്ലേ? ആ വീട്ടിലാണ് ഉത്തരം കിട്ടുന്ന സ്ഥലം. ആ വീടാണ്. അവിടെ നല്ലതെന്നാണ്. ജുമുഅ രാത്രി അവിടെ പോയാൽ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന പ്രത്യേകമായ വീടാണ് ആ വീട്. അത് വളരെ സംരക്ഷിച്ചു പോരുന്ന കാര്യം ബഹുമാനപ്പെട്ട ഇമാം ഖവാറസിമി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് റസൂലുള്ളാഹി ജനിച്ച വീടിനെ പറ്റി സമയം താമസിച്ചുകൊണ്ട് നീട്ടും. ഇത് ഇബ്നുൽ ദിയാ തങ്ങളുടെ കിതാബാണ്, താരീഖാണ്. ഈ കിതാബ് ഇവര് എഴുതി പൂർത്തിയാക്കുന്നത് AD 1544 AD 544 ഇബ്നുൽ ദിയാ ഈ വീടിനെ വിശദീകരിക്കുന്നത് നോക്കുക. ഇതാ ലകിന്നഹാ വഅമ്മദ്ദുറിൽ മുബാറക ബിമക്ക ഫഅലം അന്ന ബിമക്ക ദുറൻ മുബാറക മഅറൂഫ. ചില വീടുകളുണ്ട് മക്കയിലെ ജനങ്ങൾ വീടുകൾ എന്ന് പറയും. എന്നാ ഗാലിബുഹാ മസാജിദു. അത് ഏകദേശമൊക്കെ പള്ളികളാണ്, വെറും വീടല്ല. ഇപ്പോൾ പള്ളിയാണ്, കക്കുസല്ല പള്ളിയാണ്. അത് വീടുകളായി അറിയപ്പെട്ടെങ്കിലും പള്ളിയായി നിലനിർത്തുന്ന വീടാണ് ഖദീജ ബീവിയുടെ വീട്. ഇടവഴി, അത്തർ വെക്കുന്നവരുടെ ഇടവഴി എന്ന ഏരിയക്ക് പറയും. അവർ അത്തർ വെച്ചവക്കാരുണ്ടായിരുന്നു പഴയ കാലത്ത്. അവിടെ മൗലിദ് ഫാത്തിമ ബീവി പ്രസവിച്ചതും ഏൽപ്പിക്കപ്പെട്ടതും അവിടെയാണ്. ഖദീജ ബീവിയും ഹബീബായ നബിയും അവിടെയാണ് പാർത്തിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് പാർത്തിരുന്നത്. മുത്ത് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കുട്ടികളെയും ഖദീജ ബീവി പ്രസവിച്ചത് ആ വീട്ടിലാണ്. ഹബീബായ നബി മദീനയിലേക്ക് പോണവരെ അവിടെയായിരുന്നു. പിന്നെ ഇത് വിലക്ക് വാങ്ങി. ഖലീഫയായ കാലത്ത് പിന്നെ അത് പള്ളിയാക്കി. ആ എടുപ്പിനെ മനോഹരമാക്കി. ആര്? സയ്യിദുനാ മുആവിയ. ആ വീടിനെ സംരക്ഷിച്ചു.
അബൂ സുഫിയാന്റെ വീട്ടിൽ നിന്ന് ഒരു വാതിൽ തുറന്നു, ഒരു വാട്ടിൽ തുറന്നു. ഈ കാലം വരെ ആ വീട് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന്. അതാണ് വീട്, ആ വീട് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് ഇബ്നുൽ ഉലയ്യയുടെ താരീഖാണത്. ഇത് ഈ കിതാബ് രചിക്കുന്ന AD 1544. ശ്രദ്ധിക്കുക, ഇത് തഹ്സീലുൽ മറാമാണ്. തഹ്സീലുൽ മറാമാണ്. ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അഹ്മദ് സാലിം ഇബ്നു മുഹമ്മദ് അൽ മാലിക്കി അൽ മക്കി അവരുടെ കിതാബാണ്. എന്താണ് അവർ പറയുന്നത്? എന്താ അവർ പറയുന്നത്? മക്കയിൽ ബർക്കത്തെടുക്കപ്പെടേണ്ട സ്ഥലങ്ങളിൽപ്പെട്ടതാണ് ദാറു സയ്യിദ ഖദീജ ബിൻത് ഖുവൈലിദ് സൗജത്തു നബിയിൽ മുസ്തഫ, ഹബീബായ റസൂലുള്ളാഹിന്റെ ഭാര്യ ഖദീജയുടെ വീട്. സിത്തിന മൗലിദ് സിത്തിന ഫാത്തിമ, ഫാത്തിമ ബി പ്രസവിച്ച വീട്. ലിഅന്നഹാ കാന യസ്കുനുഹാ റസൂലുള്ളാഹി മഅ ഖദീജ വഫീഹാ തസവ്വജ റസൂലുള്ളാഹി ബി ഖദീജ. അവിടുന്നാണ് അവർ താമസിച്ച വലദത്തിൽ നബി ജമിഅ ഔലാദിഹ, എല്ലാ കുട്ടികളെയും പ്രസവിച്ചത് അവിടുന്നാണ്. ഫാത്തിമ എല്ലാം അവിടെയാണ് ഫാത്തിമ ബീവി വഫാത്തായത്. പിന്നെ നബി ആ വീട്ടിൽ പാർത്തു. ഖദീജ ബീവി വഫാത്തായിട്ടും ഹത്താ ഖറജ ഇലൽ മദീന, മുഹാജിറായി പോകുന്നവരെ അഖീൽ ഇബ്നു അബീ ത്വാലിബ് വസ്തറഹ മുആവിയ റളിയല്ലാഹു അൻഹു വാങ്ങി വഹുവ ഖലീഫയായ കാലത്ത് വജഅലഹ മസ്ജിദാ യുസല്ലാ ഫീഹി വബനാഹ. അവിടെ വീടുണ്ടാക്കി. ഈ വീട്ടിന്റെ മിക്കവാറ് ഭാഗം മസ്ജിദി ഇന്ന് പള്ളിയാണ്. അതിലൊരു കുബ്ബയുണ്ട്, കുബ്ബത്തുൽ വഹീ, അതാണ് വഹീന്റെ കുബ്ബ. ഫാത്തിമ ബീവി പ്രസവിച്ച അവിടെയുമുണ്ട്. മാത്രമല്ല ഇവിടെ 3 പ്രധാന സ്ഥലങ്ങളുണ്ട്. ഒന്ന് മൗലിദ് ഫാത്തിമ, ഒന്ന് ഫാത്തിമ ബീവി. ഈ വീട്ടിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ 3 ഉണ്ട്. ഒന്ന് ഫാത്തിമ ബീവി പ്രസവിച്ച സ്ഥലമാണ്. 2 ഖുബ്ബത്തുൽ വഹീ, വഹീ ഇറങ്ങിയിരുന്ന സ്ഥലമാണ്. അവിടെ ഒരു താഴ്ന്ന സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ റസൂൽ ഇരിക്കും. ഉയർന്ന സ്ഥലത്ത് സയ്യിദുനാ ജിബ്രീൽ വന്നിരിക്കും. മറഞ്ഞിരിക്കപ്പെടുന്ന സ്ഥലം എന്നൊരു സ്ഥലവും ഇവിടെ ഉണ്ട്. അതേതാ സ്ഥലം? ഖുബ്ബത്തുൽ വഹീന് ചേർന്ന് നിൽക്കുകയാണ്. ജാമു അന്ന നബിയ കാന യഖ്തബിഉ ഫീഹി മിനൽ ഹിജാറത്തില്ലത്തി കാന യർമീഹി ബിൽ മുശ്രിക്കുൻ. മുശ്രിക്കൽ എറിയുന്ന സമയത്ത് ഏറുകൊള്ളാതിരിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി മറഞ്ഞിരുന്നതും അതിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ 3 പ്രധാനപ്പെട്ട സ്ഥലം ഇവിടെ ഉണ്ട് എന്ന് ഈ വീടാണ് അഫ്ളൽ അമാകിനിൽ മൻസൂറ ബി മക്ക ബഅദൽ മസ്ജിദ്. ഇങ്ങോട്ട് നോക്ക്. ഈ ഖദീജ ബീവിയുടെ വീടാണ്. ഇന്ന് വഹാബികൾക്ക് അക്കൂസാക്കിയ ഖദീജ ബീവിയുടെ വീടാണ്. അഫ്ളലുൽ അമാകിനി അൽ മൻസൂറ ബി മക്ക ബഅദൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ മക്കയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഈ വീടാണ്. അല്ലാഹ് ചിന്തിക്ക്. എന്റെ വകയല്ല, ആരിൽ നിന്നാ ഉദ്ധരിക്കണേ? ഇമാം മുഹിബ് തിബ്രി റളിയല്ലാഹു അൻഹു, ഇമാം തിബ്രി തങ്ങളെ ഉദ്ധരിക്കുക. ഖാലൽ മുഹിബ് തിബ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആദിഹി ദാറു, ഈ വീടാണ് അഫ്ളലുൽ അമാകിനി, സ്ഥലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അൽ മഅ്സൂറത്തി, മനസ്സിലായില്ല, ശേഷിപ്പാക്കപ്പെട്ട തിരുശേഷിപ്പാക്കപ്പെട്ട വീടുകളിൽ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. മനസ്സിലായില്ലേ? ഹദീസിൽ വാരിദായതും ഇസ്ലാമിന്റെ ചരിത്രശേഷിപ്പുമായ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ബി മക്ക ബഅദൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഈ വീടാണ്. ആര് പറയാ? ഇമാം മുഹിബ് തിബ്രി റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, ചിന്തിക്കണം. ഇഫാദത്തുൽ അനാം ഇതാ ഇഫാദത്തുൽ അനാം ഇതേപോലെ കാണാം. ഇത് 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ കിതാബാണ്. അതിലും അങ്ങനെ തന്നെ. ഇത് ഈ വീട് 926 പൊളിക്കുന്നതിന് മുമ്പുള്ള ചിത്രം പറയാണ്. ഇതിന് മുമ്പുള്ള ചിത്രം പറയാം. ദാറു ഖദീജ ബൈത്ത് ഖുവൈലിദ് 1910 ആ കാലത്താണ് ഈ കിതാബ് ഉണ്ടായിട്ടുണ്ടാവും. ദാറു ഖദീജ ബിൻത് ഖുവൈലിദ് ഉമ്മുൽ മുഅ്മിനീൻ ബിസ്സഖാഖി സഖാഖിൽ അത്താരീൻ. ഫാത്തിമ ബീവി പ്രസവിക്കപ്പെട്ട വീടാണ്. ഹബീബായ നബിയുടെ മണിയറ ഈ വീടാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഖദീജ ബീവിയെ കണ്ടുമുട്ടിയത് ഈ വീട്ടിലാണ്.
വഅന്നാ തുഫിയത് ഫിഹാ ഖദീജ ബി വഫാത്തായത് ഈ വീട്ടിലാണ്. വലം യസ്ൽ നബി സല്ലല്ലാഹു അലൈഹി സാകിനം ഫിഹാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വീട്ടിൽ താമസിച്ചു. ഹത്ത ഹാജറ ഇലൽ മദീന എല്ലാം ഈ വീട്ടിലാണ് എന്ന് എല്ലാം ഈ വീട്ടിലാണ്. ഈ വീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട. 1902 ഒന്നാമത് പൊളിച്ച് നശിപ്പിച്ചതിന് ശേഷം 1837 പുനർനിർമ്മിച്ചു. അതിനുശേഷം ഉണ്ടായ ചരിത്രകാരനാണ്. ഈ ഗ്രന്ഥം എഴുതുന്നത് 1902 ഈ ഗ്രന്ഥം എഴുതുന്നത്. പുറത്തു വരുന്നത് 1910. എന്നാൽ വഹാബികൾ രണ്ടാമത് കയറുന്ന 1923 ശേഷമാണ്. 25, 26 പിന്നെയുള്ള പൊളിയും 89 കക്കൂസാക്കൽ. അപ്പൊ ഈ ഗ്രന്ഥം എഴുതുന്ന കാലത്ത് വീണ്ടും പുനർനിർമ്മിച്ച വഹാബികളെ തകർത്തിന് ശേഷം പുനർനിർമ്മിച്ച അവസ്ഥ ഈ വീട്ടിലുണ്ട്, ഈ ഗ്രന്ഥത്തിലുണ്ട്. താമസിച്ചിരുന്നത് ഈ വീട്ടിലാണ്. ഹബീബായ റസൂൽ ജനങ്ങളിലേക്ക് മുഴുവനും പ്രബോധനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളാണെന്ന് പുറത്തു വന്നത് ഈ വീട്ടിലാണ്. ഈ വീട്ടിൽ 4 മുറികളുണ്ട്. പെൺകുട്ടികൾക്ക് താമസിക്കാൻ ഒരു വീട്, റസൂലുള്ളാഹിക്കും ഭാര്യക്കും വേറൊരു മുറി, റസൂലുള്ളാഹിക്കും റബ്ബിനെ മുന്നിട്ട് ഇബാദത്ത് ചെയ്യാൻ വേറൊരു മുറി, ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാവരെയും കാണുന്ന പുതുമുറി. ഇങ്ങനെ 4 മുറി വീട്ടിലുണ്ടായി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം പറയാം മഹാദ തർത്തീബുൽ ജമീൽ, എന്തൊരു മനോഹരമായ തർത്തീബിലാണ് ഈ വീട് റസൂലുള്ളാഹി തങ്ങൾ സംരക്ഷിച്ചത്. നിനാമുൽ ബദീഅ് ദാറു സയ്യിദത്തി റസൂൽ, ദാറു സയ്യിദ് റസൂൽ ഹബീബായ റസൂലുള്ളാഹിന്റെ വീടാണിത്. അർസല അല്ലാഹു ലിന്നാസി കഫാ, ഹബീബായ റസൂലുള്ളാഹി ജനങ്ങൾക്കെല്ലാം വേണ്ടി അള്ളാഹ് നിയോഗിച്ചത് ഈ വീട്ടിലാണ്. അതാ മൻസിലുൻ നബിയിൽ ഉമ്മി റസൂലുള്ളാഹിന്റെ വീടാണ്. ഈ വീട് ഖൈറും ബറക്കത്തുമല്ലാതെ മറ്റൊന്നുമല്ല. ഈ വീട് നിലനിൽക്കുന്നാളത്തോളം കാലം ഇത് ഖൈറിന്റെയും ബറക്കത്തിന്റെയും വിജയത്തിന്റെയും നേട്ടത്തിന്റെയും വീടാണ്. ആരാണത്? ബത്തനൂനിയുടെ താരീഖ് അർരിഹ്ലത്തുൽ ഹിജാസിയ, അർരിഹ്ലത്തുൽ ഹിജാസിയ മുഹമ്മദ് ലബീബുൽ ബത്തനൂനി 1902 ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതാണ് മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീട് എന്നൊക്കെ ഇതിലുണ്ട്, എല്ലാം ഉണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിരുന്നു. ഖദീജ ബീവിയും കിടപ്പുമുറി ഉണ്ടായിരുന്നു, പെൺകുട്ടികൾ താമസിക്കുന്ന റൂം വേറെ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അവിടെ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ടായിട്ടുണ്ട്. അതായത് വഹാബികൾ തകർത്തതിന് ശേഷം പിന്നെ 1837 പുതുക്കി പണിത ശേഷം പിന്നെ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് തുടങ്ങിയിട്ടുണ്ട് ആ വീട്ടിൽ. മദ്രസത്തുൻ ലിതഹ്ഫീദിൽ അസ്സുബിയാൻ കുട്ടികൾ ഖുർആൻ ഓതുന്ന ഒരു മുറി ആ ഏരിയയിൽ ഉണ്ടായിരുന്നു 837 ശേഷം. മാത്രമല്ല ഈ വീടിന്റെ അവസ്ഥ പറഞ്ഞ് അവസാനിപ്പിക്കും. 1806 വഹാബികൾ വന്ന് സഊദ് ബിൻ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തില് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേരിട്ട് ശിഷ്യനാണ് ആര്? സഊദ് ബിൻ അബ്ദുൽ അസീസ്. അയാളുടെ നേതൃത്വത്തിൽ വഹാബികൾ 1806 വന്നിട്ട് ഈ വീടിന്റെ കുബ്ബ പൊളിച്ച് തകർത്ത് തരിപ്പണാക്കി. 1818 വരെ 12 കൊല്ലം അവർ മക്കയിൽ നടന നൃത്തമാടി. 818 മഹ്മൂദ് രണ്ടാമൻ തുർക്കി രാജാവ് മുഹമ്മദ് അലി പാഷയും അവരെ പുറത്താക്കി. 1829 ഫ്രഞ്ച് സഞ്ചാരിയായ ജോൺ ലൂയിർ ഈ വീട് വഹാബികളെ പുറത്താക്കിയതിന് ശേഷം സുൽത്താൻ പൂർവ്വസ്ഥിതിയിലാക്കിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ട്രാവൽ ഇൻ അറേബ്യ എന്നൊരു പുസ്തകമുണ്ട്. ആരുടെ? ഫ്രഞ്ച് സഞ്ചാരിയായ ജോൺ ലൂയിർ ഈ വീടിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ട്രാവൽ ഇൻ അറേബ്യ എന്ന പുസ്തകത്തിൽ വഹാബികളെ പുറത്താക്കിയതിനു ശേഷം പൂർവ്വസ്ഥിതിയിലാക്കിയത്. ആ മുൻഭാഗത്ത് കാണുന്ന കുറെ ആർച്ചുകളില്ലേ, അതാണ് ആരുടെ വീട്? അബൂ സുഫിയാന്റെ വീട്. മനസ്സിലായില്ല? നീ അങ്ങനെ വീതിയിൽ കണ്ടില്ലേ? വീതിയിൽ കണ്ടല്ലോ, അത് ആർച്ചുകളില്ല, അതാണ് അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ വീട്. നേരെ ബേക്കൽ റസൂലുള്ളാഹിന്റെ വീട് ഒരു വാർഡിൽ ഇങ്ങോട്ട്. മനസ്സിലായില്ലേ? ഒരു ഡോറ് ഇങ്ങനെ.
1829 ഫ്രഞ്ച് സഞ്ചാരിയായ ജോൺ ലൂയിർ 1818 പുറത്താക്കിയിട്ട് 1829 ട്രാവൽ ഇൻ അറേബ്യ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഫ്രഞ്ച് സഞ്ചാരിയായ ജോൺ ലൂയിർ ഈ കുബ്ബയും ഈ വീടുമെല്ലാം പുനർനിർമ്മിച്ച കാര്യം ഇതിൽ പറയുന്നുണ്ട്. 1857 ബ്രിട്ടീഷ് ചരിത്രകാരനായ റിച്ചാർഡ് ബർഡൻ പിൽഗ്രിമേജ് ടു മക്ക എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിൽഗ്രിമേജ് ടു മക്ക എന്നൊരു പുസ്തകമുണ്ട്. റിച്ചാർഡ് ബർഡൻ്റെ ആണ് ആ പുസ്തകം. 1857 ആ പുസ്തകത്തിലും ഇതിൻ്റെ കുബ്ബയും മറ്റുമെല്ലാം മനോഹരമായി പുനർനിർമ്മിച്ച കാര്യം പറയുന്നുണ്ട്. 1902 ബത്നൂനിയുടെ പുസ്തകം ഞാൻ നിങ്ങളെ കാണിച്ചു. 1923 ഒക്ടോബർ 27 മക്കയിൽ വഹാബികൾ രണ്ടാമതായി പിടിക്കുന്നത്. 1823 ഒക്ടോബർ 27 1923 മനസ്സിലായില്ല. ആദ്യം 1806 മുതൽ 1818 വരെ, പിന്നെ പുറത്താക്കി പുനർനിർമ്മിച്ചു തുർക്കി ഖലീഫമാർ. മനസ്സിലായോ? അതിനുശേഷം തുർക്കി ഖലീഫമാരെ ഇവരും പിന്നെ ചില ബ്രിട്ടനും കൂടി തകർത്തു. ഇവർ ചാരന്മാരായി തകർത്തു. അവസാനത്തെ രാജാവായ ലോകം കണ്ട മുത്തഖിയായ ബഹുമാനപ്പെട്ട മഹമ്മൂദ് രണ്ടാമനെ ഗ്രീസിലേക്ക് നാട് കടത്തി. ആ മനുഷ്യൻ്റെ മഹത്വമൊക്കെ പറഞ്ഞാൽ മണിക്കൂർ പറഞ്ഞാൽ തീരൂല. നാട് കടത്തി. അതിനുശേഷം നരനായാട്ട് നടത്തി. ബ്രിട്ടൻ ഇവർക്ക് വേണ്ടി പിടിച്ചെടുത്തു കൊടുത്തു. തൽക്കാലം ഒരാളെ മുന്നിൽ വെച്ചു, പിന്നെ ഇവർക്ക് മുന്നിൽ കൊടുത്തു. 1923 ഒക്ടോബർ 27 അബ്ദുൽ അസീസ് ആദ്യമായി വഹാബിയിൽ രാജാവായി മക്കയിൽ പ്രവേശിക്കുന്നു. 1923 ഒക്ടോബർ 27 28 ഈ വീട് തകർത്തു. മനസ്സിലായില്ല? 1923 ഒക്ടോബർ 27 അബ്ദുൽ അസീസ് രാജാവ് ആദ്യമായി മക്കയിൽ രാജാവായി പ്രവേശിക്കുന്നത്. 1923 ഒക്ടോബർ 27 അതേ പിറ്റേ ദിവസം 1923 ഒക്ടോബർ 28 ഈ വീടിന്റെ കുബ്ബ തകർത്ത് തരിപ്പണാക്കി. 1936 ഈജിപ്ഷ്യൻ എഴുത്തുകാരനായ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ, ഫോട്ടോ ഉണ്ടോ? മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ മക്ക സന്ദർശന വേളയിൽ മുഹമ്മദ് ഹൈക്കൽ അയാളുടെ മുഹമ്മദ് മുസ്തഫാനെ പറ്റി അദ്ദേഹത്തിന് പുസ്തകമുണ്ട്. മാത്രമല്ല ഹജ്ജ് വേളയിൽ അദ്ദേഹത്തിൻ്റെ ട്രാവലിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ചരിത്ര യാത്രാ ഗ്രന്ഥമുണ്ട്. ആ യാത്രാ ഗ്രന്ഥത്തിൽ ഇയാൾ പറയും 1936 അപ്പോൾ ആരാ ഭരണാധികാരി? അബ്ദുൽ അസീസ് 23 കയറി 32 ലീഗ് ഓഫ് നേഷൻസിന്റെ സഹായത്തോടുകൂടെ മംലക്കത്തുൽ അറബിയത്തുൽ സൗദിയ 32 ഉണ്ടായി. 36 മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ ഹജ്ജിന് വരുന്നത്. ആ സമയത്ത് അയാൾ ഈ വീട് കണ്ട് വേദനിച്ച് കരഞ്ഞ് എഴുതുന്ന ലേഖനങ്ങൾ അതിലുണ്ട്. ഇതൊരു മൺകൂനയായിട്ടാണ് ഞാൻ കണ്ടത്. മക്ക സന്ദർശന വേളയിൽ ഈ സമയത്ത് റസൂലുള്ളാഹി ജനിച്ച വീടും ഖദീജ ബീവിയുടെ ലോകപ്രശസ്തമായ ഇതുമെല്ലാം മണ്ണായി കിടക്കുന്നത് കണ്ട് ഇയാൾ വേദനിച്ചത് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 1950 ധനാഢ്യനായ അബ്ബാസ് യൂസുഫ് ഖത്താൻ, അത് ആ ഫോട്ടോയിൽ കാണുന്ന ഖത്താൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് കാലിച്ചന്തയാക്കിയിരുന്ന് എടുത്തിട്ട് മക്തബയാക്കിയത് ഖത്താനാണ്. ആ ഖത്താൻ ഈ വീടും വിലക്ക് വാങ്ങി അവിടെ അൽ മദ്രസത്തുൽ അബ്ബാസിയ തഹ്ഫീദുൽ ഖുർആൻ എന്നൊരു ഖുർആൻ കോളേജ് സ്ഥാപിച്ചു. 1950 ഏതുവരെ? 1989 വരെ. 89 കക്കൂസാക്കി. ഈ സ്ഥലം ഒഴിവാക്കി, ഈ സ്ഥലം മാന്തി. അപ്പോൾ പഴയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ ശേഷം അതാ മദ്രസ. ഈ മദ്രസ 950 ആദ്യ മദ്രസ ഉണ്ടായിരുന്നു, പിന്നെ തകർത്തു. മനസ്സിലായില്ല? 1800 സിസ്റ്റത്തിൽ വഹാബികളെ പുറത്താക്കിയ ശേഷം അവിടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം വഹാബികൾ വന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? തകർത്തു. 1923 ശേഷം തകർത്തു. മനസ്സിലായില്ലേ? പിന്നെ 950 വരെ അവിടെ മൺകൂനിയായി കടന്നു. മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ 36 അവിടെ വരുന്നത്. പിന്നെ 950 ഖത്താൻ ഇത് വാങ്ങിയിട്ട് വീണ്ടും ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ടാക്കി. ആ ഹിഫ്ദുൽ ഖുർആൻ 950 മുതൽ 989 വരെ നിലനിന്നു. 989 ബൈത്തുൽ ഖലാ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട യൂസുഫ് ഹാഷിം റിഫായി ഒക്കെ പറഞ്ഞതുപോലെ, പത്രങ്ങളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ 10 to a ടോയ്ലറ്റാക്കി മാറ്റി, തനി കക്കൂസാക്കി മാറ്റി. 1989 കക്കൂസിനെ കുഴിയെടുക്കാൻ വേണ്ടി ഇത് മാന്തിയിട്ടുണ്ട്. ആദ്യം മണ്ണിട്ട് മൂടി 1923 പിന്നെ ഖുർആനാക്കി. പിന്നെ കക്കൂസാക്കുന്ന കാലത്ത് ഇതിനെ മാന്തിയിട്ടുണ്ട്. ആ മാന്തിയപ്പോൾ എന്തുണ്ടായി? ഫാത്തിമ ബീവി ജനിച്ച സ്ഥലത്തെ മാർബിൾ ഫലകം, റസൂലുള്ളാഹിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഉപയോഗിച്ചിരുന്ന ശിലാഫലകം, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
അതാണ് രത്നത്തിന്റെ പാളി. ഇപ്പുറത്ത് കണ്ടില്ലേ, അതാണ് റസൂലുള്ളാഹി സുജൂദ് ചെയ്തിരുന്ന സ്ഥലം. ആ രത്നത്തിന്റെ പാളി അങ്ങനത്തെ ഉണ്ടായിരുന്നു. 23 മണ്ണിട്ട് മൂടിയതിനു ശേഷം കണ്ടില്ലേ, അങ്ങേ സൈഡ് കണ്ടില്ല. അതൊരു രത്നത്തിന്റെ പാളിയാ. അത് ഉസ്മാനി ഖലീഫമാരാണ് അവിടെ രത്നം കൊണ്ട് ഒരു മാർബിൾ ഉണ്ടാക്കിയിട്ട് അവിടെ പാകി. എവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തിരുന്ന സ്ഥലത്ത്. ഒന്നുകൂടി കാണിക്ക്. ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ സുജൂദ് ചെയ്തിരുന്ന ലഹു വലി റബ്ബിഹി ആ സ്ഥലം പരിചരിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു, പിന്നെ മാമവികള്, പിന്നെ അബ്ബാസികള്, പിന്നെ മംലൂക്കികള്, പിന്നെ അയ്യൂബികള്, പിന്നെ അമവികള്, പിന്നെ അയ്യൂബികള്, പിന്നെ മംലൂക്കികള്, പിന്നെ ഉസ്മാനികള്, ഇവരെല്ലാം അത് സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. അമവികള്, അബ്ബാസികള്, ഫാത്തിമികള്, അയ്യൂബികള്, മംലൂക്കികള്, പിന്നെ ഉസ്മാനികള്. ഏതുവരെ? 1908 അവസാനത്തെ ഉസ്മാനി ഖലീഫയായ സുൽത്താൻ മഹ്മൂദ് രണ്ടാമന് ഗ്രീസിലേക്ക് നാട് കടത്തിയത്. അതുവരെയും എന്നല്ല, 23 അബ്ദുൽ അസീസ് കുതിരപ്പുറത്ത് വന്ന് മക്ക പിടിച്ചടക്കിയത്. അതുവരെയും ഈ സ്ഥലം ഈ രത്ന മാർബിൾ കൊണ്ട്, രത്നത്തിന്റെ ഒരു മാർബിൾ പാകി നിലനിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം 989 മാന്തിയപ്പോൾ പുറത്തായി. അപ്പോൾ ഇവർ ചില ആളുകൾ അത് പോയി. അഹമ്മദ് സക്കി യമാനി എന്നൊരാൾ, അയാൾ അത് പോയിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അഹമ്മദ് സക്കി യമാനി. അതാണ് ഇന്ന് പുസ്തകങ്ങളിലൊക്കെ പഴയ വീടിന്റെ ഫോട്ടോ ആയി കിട്ടുന്നത്. 980 കുഴിയെടുത്തപ്പോൾ കിട്ടിയത് അതാണ് ആ വീട്. അന്ന് കുഴിയെടുത്തപ്പോൾ ഉണ്ടായ ആളുകൾ മൊത്തം 989 അവസ്ഥയാണ്. അത് മണ്ണ് മൂടിയത് മാന്തി ബേസ്മെന്റ് പണിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടി ബേസ്മെന്റ് പണിയാൻ വേണ്ടിയിട്ട് മാന്തിയപ്പോൾ റസൂലുള്ളാഹിന്റെ സുജൂദ് ചെയ്തിരുന്ന സ്ഥലത്ത് പിന്നീട് രത്നത്തിന്റെ മാർബിൾ പാണി പാകിയത് വരെ കണ്ടെത്തി. അതിന്റെ ഫോട്ടോ ഇന്ന് പലയിടത്തും കിട്ടും. അതോടുകൂടെ പലരും നേരത്തെ പറഞ്ഞില്ലേ, ചില ആളുകളൊക്കെ സാമി അൻകാവിയെ പറ്റി പറഞ്ഞല്ലോ, അവരൊക്കെ എന്താണ് നേരത്തെ സൗദി രാജാവിനെ കണ്ട് പെറ്റീഷൻ കൊടുക്കുകയും, പക്ഷെ അതൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട്? ഇത് നശിപ്പിച്ചേ അടങ്ങൂ എന്ന വാശി വഹാബികൾക്കുണ്ടായിരുന്നു. ഇത് നശിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയിലായിരുന്നു വഹാബികൾ. ഞാൻ അവസാനിപ്പിക്കാണ്. നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് വഹാബികളോട് ഒത്തുപോകാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയുകയില്ല. തരിമ്പ് ഈമാൻ അവരുടെ ഖൽബിലില്ല. നീ നെഞ്ചത്ത് പറഞ്ഞില്ലേ, നേരെ യൂസുഫ് ഹാഷിം റിഫായി ചോദിച്ചില്ലേ, ഫൈനൽ ഖൗഫ് മിനല്ലാഹ്. വഹാബികളെ, എവിടെയാടാ നിങ്ങൾക്ക് പടച്ചോനെ പേടി? വഹാബികൾക്ക് റബ്ബില്ല. വഹാബികൾ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ഇവിടെയും പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ഇവിടെയും പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ഇവിടുത്തെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന വഹാബികൾ തന്നെയാണ്. ഏത് ലോകത്ത് മുസ്ലിം രാഷ്ട്രീയം ഉണ്ടോ, ഇന്ന് മുസ്ലിം രാഷ്ട്രീയത്തെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന വഹാബികളാണ്. അതുകൊണ്ട് തന്നെ ഒരു സുന്നി ഇൻഫ്ലുവൻസ് ലോകത്ത് എവിടെയില്ല. എവിടെയും കേരളത്തിൽ പോലും മുസ്ലിം രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന വഹാബികളാണ്. ഒക്കെ വഹാബികളാണ്. വഹാബികൾ പറഞ്ഞാലേ നടക്കൂ. ഒക്കെ വഹാബികളാണ്. അതൊന്നും ഏതെങ്കിലും ഒരു നന്മ തള്ളാൻ വേണ്ടി പറയാൻ ആരും തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ചാലും ശരി ധരിച്ചാലും റഹ്മത്തുള്ളാഹി കൊണ്ടും പറയല്ല, നിങ്ങളിഷ്ടം. ഇതിനൊക്കെയുള്ള തെളിവ് ഞാൻ മണിയായി പറയും. ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. വളരെ ചിന്തിക്കുക. വഹാബിസം അതൊരു രാഷ്ട്രീയ മൂവ്മെന്റാ, ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ്. അധികാരം കിട്ടണം, കൊല്ലണം. ലോകത്ത് മുസ്ലിമീങ്ങളെ മുഖം ഉയർത്തി അള്ളാന്റെ ഹബീബിന്റെ വീട്, ഖദീജയുടെ വീട്, പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ വീട്, 82 സൂറത്ത് ഇറങ്ങിയ വീട് കക്കൂസാക്കിയവർക്ക് എന്ത് ICS, എന്ത് 20 ലക്ഷത്തിനെ കൊല്ലണം? ഇവർക്ക് എന്ത് പ്രശ്നം? അവർക്ക് ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കിയാൽ എന്ത് പ്രശ്നം? അതുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് ചോദിക്ക്. എനിക്ക് മറുപടി പറയാൻ ഒരാൾ, ഇത് മറുപടിയല്ല, ഇത് മറുപടി പറയേണ്ട വിഷയവും അല്ല, ഇത് യാഥാർത്ഥ്യത്തിന്റെ കനകമാണ്. ഇനി നെഞ്ചിൽ കൈവച്ച് ചിന്തിക്ക്. ഞാൻ വഹാബിയാവണോ? അവസാനത്തെ വഹാബിയും സുന്നിയാകാതെ മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുകയില്ല. ഒരു വഹാബി ഭൂമിയിൽ വാക്കിയായാൽ ഭൂമിയിൽ വസാദുണ്ട്. അവരെയും സുന്നിയാക്കാൻ നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ പ്രവർത്തിക്കണം, അവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കണം. മലബാറിലെ വഹാബികൾക്ക് സുന്നിയാകാൻ ഇത് മതിയാവും. നിങ്ങൾ സമസ്തയായാലും സംസ്ഥാനയായാലും നിങ്ങൾ AP ആയാലും അതൊക്കെ നിങ്ങളെ ഇഷ്ടം. അതൊന്നും ഇവിടെ ചർച്ചല്ല. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. അതൊന്നും ആകാതിരിക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. നിങ്ങൾ സുന്നിയാകണം.
എന്തുകൊണ്ട്? അല്ലാഹുവിന്റെയും മുഅ്മിനീങ്ങളുടെയും മാർഗമാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നതിൽ നിങ്ങളെ നേതാവ് ഇല്ല. അതേസമയം അവരുടെ നേതാവിന്റെ വീട് അവർ സംരക്ഷിച്ചു നോക്ക്. കാണിക്കണോ? അതേസമയം പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, ഖദീജയുടെ വീട്, 82 സൂറത്ത് ഇറങ്ങിയ വീട്, കക്കൂസാക്കാൻ ഒരു മടിയില്ല. കോടാനക്കോടി രൂപ ചെലവഴിച്ചിട്ടാണ് സൗദി രാജാവിന്റെ കൊട്ടാരം നിലനിർത്തിയിട്ടുള്ളത്. കോടാനക്കോടി മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയെ കൊണ്ട് അംഗീകരിപ്പിച്ചു. യുനെസ്കോയുടെ ഹെറിറ്റേജ് പ്ലേസാ സൗദിന്റെ കൊട്ടാര മുറ്റത്താ വഹാബികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇനി ഖിയാമത്ത് നാൾ വരെ പൊളിക്കാൻ പറ്റൂല. എന്ത്? ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുനെസ്കോയുടെ രാത്രി കാലങ്ങളിൽ അവിടെ മിന്നി മറിയുന്ന ലൈറ്റുകൾ എന്ന് 18-ാം നൂറ്റാണ്ടിൽ സൗദിന്റെ കൊട്ടാരാണ്. മണ്ണും കൊട്ടാരം നിലനിർത്തിയിട്ടുണ്ട്. ആ മണ്ണും കൊട്ടാരം ദർശനത്തെ പള്ളി, ആര് ദർശനത്തെ പള്ളി? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ദർശനത്തെ പള്ളി തന്നെ നിലനിർത്തുന്നു. മുസ്തഫായ റസൂലുള്ളാഹിന്റെ വീടോ കക്കൂസ്, പരിശുദ്ധ ഫാത്തിഹ ഇറങ്ങിയ വീടോ കക്കൂസ്, 82 സൂറത്ത് ഇറങ്ങിയ വീടോ. എന്താ മുസ്ലിമീങ്ങളെ, വഹാബികളെ, നിങ്ങൾക്ക് ഈമാനുണ്ടോ? ഇതൊരു മുസ്ലിമായ ഈമാന്റെ കണി കാണും മണി തൂക്കം. ഈമാനുള്ളവൻ നരകത്തിൽ നിന്നൊഴിവാണ്. മണി തൂക്കം, ഈമാനുള്ളവൻ നരകത്തിൽ നിന്നൊഴിവാണ്. ഫറോക്കിലെ ബിച്ചാവാജിയോട് ബഹുമാനപ്പെട്ട CM വലിയുള്ള പറഞ്ഞൊരു വാക്ക് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബിച്ചാവാജി ഒരാളുണ്ടായിരുന്നു ഫറോക്കിൽ. അവർ CMന്റെ ഖാദിമായിരുന്നു. ഒരിക്കൽ CMന് പല അവസ്ഥകൾ ഉണ്ടാവുമല്ലോ. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളിൽപ്പെട്ട മഹാനായിരുന്നു CM. നിങ്ങൾക്കിത് ഭ്രാന്തനാണ്, ഞങ്ങൾക്ക് അള്ളാഹിന്റെ ആരിഫാണ്, അള്ളാഹു ദർജേറ്റി കൊടുക്കട്ടെ, ദർജേറ്റി കൊടുക്കട്ടെ. അതൊക്കെ കുരുത്തക്കേട് നിങ്ങൾ ഖിയാമത്ത് നിങ്ങൾക്ക് കുരുണ്ടാവും. അള്ളാഹിന്റെ ആരിഫ്യങ്ങളെ മുഴുവൻ തള്ളി. ലോകം കണ്ട അള്ളാഹിന്റെ ആരിഫാൻ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹ്. ആ മഹാൻ തന്റെ ഖാദിമായ ഫറൂഖിനെ അടുത്ത് മരിച്ചുപോയ ബിച്ചാവാജി നേരിട്ട് പറഞ്ഞ് കേട്ട ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. നേരിട്ട് ബിച്ചാവാജിയോട് പറഞ്ഞു, ഒരവസ്ഥയിൽ ഇങ്ങനെ എണീറ്റ് പറഞ്ഞു, നോക്കൂ, ഒരു വിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു പ്രത്യേകമായ മറ്റൊരു മതവിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവർക്കും റബ്ബ് തൗബ കൊടുത്തേക്കാം, എന്നാൽ വഹാബി മൗദൂദികൾക്ക് തൗബയില്ല കേട്ടോ എന്ന്. അവർക്ക് തൗബയില്ല കേട്ടോ. വേറൊരു മതത്തിന്റെ ആളുകളെ പേര് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട CM വലിയുള്ള തന്റെ ഖാദിമിനോട് പറഞ്ഞു, നോക്കൂ, ഇന്നാലിന്റെ മതക്കാർക്കും അള്ളാഹു തൗബ കൊടുത്തേക്കാം, എന്നാൽ വഹാബി മൗദൂദികൾക്ക് തൗബയില്ല കേട്ടോ. ആര് പറഞ്ഞേ? മഹാനായ CM വലിയുള്ളാഹ്, പ്രപഞ്ചത്തിന്റെ പൊരുൾ അറിഞ്ഞ മഹാന്മാരിൽ ഒരാൾ. 20-ാം നൂറ്റാണ്ടിന് ഭൂമിയിലെ നക്ഷത്രമാണ് മഹാനായ CM വലിയുള്ളാഹ്. നിങ്ങൾക്ക് ഭ്രാന്തനാ? ഞങ്ങളുടെ ഭ്രാന്തനല്ലാത്ത മുസ്തഫ റസൂലുള്ളാഹിന്റെ വീട് കക്കൂസാക്കി നിങ്ങൾക്ക് ഇന്ന് എന്താണ് കത്ത്? ആ മഹാൻ പറഞ്ഞു, ഉള്ള ആളുകൾ കേട്ടതിന്മ കേട്ട ആളുകൾ നീച്ചിട്ടുണ്ട്. ചവാജി അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നീ നെഞ്ചിൽ കൈവച്ച് നീ ചിന്തിക്കുക, നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കുക. സിറാത്തുല്ലദീന അൻഅംത എന്തെങ്കിലും അർത്ഥം പറഞ്ഞപ്പോൾ അർത്ഥം ആരും പറയണില്ലേ? അർത്ഥം ജാമിദ പറയൂലേ? അർത്ഥം ജബ്ബാർ പറയില്ലേ? അതാണോ ഖുർആൻ? ഖുർആന്റെ പൊരുൾ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. റൂട്ട് ക്ലിയർ അല്ലെങ്കിൽ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസഅത് മസീറാ. മുഅ്മിനീങ്ങളെ മാർഗ്ഗത്തിന് തെറ്റിയാൽ നരകം ശരണം തന്നെ, നരകം ശരണം തന്നെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖദീജയുടെ മാല ഉസ്മാൻ ഇബ്നു അബിൽ ആസിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊടുത്തയച്ച സൈനബ് എന്ന സ്വന്തം മകൾ റളിയല്ലാഹു അൻഹ കൊടുത്തയച്ച ആഭരണത്തിന്റെ കൂട്ടത്തിൽ കണ്ടപ്പോൾ പൊട്ടിക്കൽ ഖദീജയുടെ ഒരു സാധനം കണ്ടു. ആ മനുഷ്യനെ കാണുമ്പോൾ എങ്ങനെയാണ് വഹാബികളെ നിങ്ങൾ അഭിമുഖീകരിക്കുക? അല്ലാഹുവിന്റെ റസൂലിനോട് പറയാലോ, നബി ഞാൻ ആദ്യം വഹാബിയായിരുന്നു, പിന്നെ ആ പ്രസംഗം കേട്ട് നന്നായി. اللهم اشهد اللهم اشهد اللهم اشهد. റബ്ബേ, എനിക്ക് യാതൊരു ലക്ഷ്യമില്ല നബിയെ, അങ്ങയുടെ ഭാര്യയുടെ ഏറ്റവും വലിയ ശേഷിപ്പ് തകർത്തവർക്ക് തുറന്നു കാട്ടാൻ അങ്ങയുടെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ഈ പ്രഭാഷണം സമർപ്പിച്ചിരിക്കുന്നു.